അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മളിൽ ഓരോരുത്തർക്കും ജീവിതത്തിൽ ചില ആഗ്രഹങ്ങൾ ഉണ്ടാവും. ജോലി, പഠനം, വിവാഹം, ആരോഗ്യം, സമാധാനം. എന്നാൽ എല്ലാം ഉടനെ ലഭിക്കണമെന്നില്ല. അവിടെ ഒരു മുസ്ലിം എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നാണ് ഇന്നത്തെ വിഷയം. നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കാനായിട്ട് നമുക്കൊരു 6 പോയിന്റ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരാം. ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു ശീലം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. അതിൽ ഒന്നാമത്തെ പോയിന്റാണ് ആഗ്രഹം നടക്കാനായിട്ട് ദുആയിലൂടെ ആരംഭിക്കുക. ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ ആയുധം ദുആയാണ്. ആഗ്രഹം ഉള്ളിൽ സൂക്ഷിക്കാതെ അത് അള്ളാഹുവിനോട് തുറന്നു പറയുക. യാ അള്ളാഹ്, എനിക്ക് ഇന്നാലിന്ന ആഗ്രഹങ്ങളുണ്ട്, നല്ലതാണെങ്കിൽ ഇതെനിക്ക് നൽകണമേ എന്ന് പറയുന്ന ദുആ വളരെ പ്രധാനമാണ്. രണ്ടാമത്തെ ഒരു വഴിയാണ് ഹലാൽ വഴി മാത്രം ശ്രമിക്കുക. നമ്മൾ ചെയ്യുന്ന ശ്രമം ഹലാൽ ആയിരിക്കണം. ഹറാം വഴി നേടിയ ആഗ്രഹങ്ങൾ ഒരിക്കലും മനസ്സിന് സമാധാനം നൽകില്ല. അള്ളാഹു പറയുന്നു, നിങ്ങൾ ശ്രമിക്കുന്നതനുസരിച്ചാണ് നിങ്ങൾക്ക് ലഭിക്കുക. മൂന്നാമത്തെ ഒരു കാര്യമാണ് ക്ഷമ ഉപേക്ഷിക്കരുത്. ക്ഷമ ഈമാനിന്റെ പാതയാണ്. ക്ഷമിക്കുന്നവൻക്കാണ് അതിനുള്ള ഫലവും കിട്ടുക. ആഗ്രഹം വൈകുമ്പോൾ പലരും ദുആ തന്നെ നിർത്തും. പക്ഷേ ഓർക്കുക, വൈകുന്നത് നിഷേധമല്ല, അള്ളാഹു ശരിയായ സമയം അറിയുന്നവനാണ്. ക്ഷമ ഉള്ളവർക്കാണ് അള്ളാഹുവിൻ്റെ സഹായം അടുത്ത് കിട്ടുകയും ചെയ്യുക. നാലാമത്തത് നമ്മൾ തഖ്വ, അള്ളാഹുവിനോടുള്ള ഭയം ഉള്ളവരായിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ തഖ്വ വർദ്ധിപ്പിക്കുക. അള്ളാഹു നമ്മൾ ചിന്തിക്കാത്ത വഴിയിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരും. അള്ളാഹുവിനെ ഭയക്കുന്നവർക്ക് അവൻ ഒരു വഴിയുണ്ടാക്കി തരും. അഞ്ചാമത്തെ പോയിന്റാണ് നന്ദി പറയുന്ന ശീലം വളർത്തുക. നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ പടച്ച റബ്ബ് തന്നിട്ടുണ്ടാവും. എന്നാൽ ഇതൊന്നും നമ്മൾ കാണാതെ വീണ്ടും വീണ്ടും നമ്മൾ ആവശ്യത്തിന് പറയുകയേ ഉള്ളൂ. അള്ളാഹു തന്ന നന്മകൾക്ക് നമ്മൾ നന്ദി പറയണം. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടോ? നിങ്ങൾ പറയാറുണ്ടോ? നമുക്ക് ഇല്ലാത്തതിനേക്കാൾ ഉള്ളതിനു നന്ദി പറയാൻ പഠിച്ചാൽ അള്ളാഹു കൂടുതൽ നൽകും. നന്ദിയില്ലായ്മ ദുആയുടെ ഫലം തടയാം. ആറാമത്തെ പോയിന്റ്, അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ നമ്മൾ തൃപ്തിയായിരിക്കുക. നീ ആഗ്രഹിച്ചത് ലഭിച്ചില്ലെങ്കിൽ പോലും അതിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നത് അള്ളാഹു ആയിരിക്കാം. നിനക്ക് ഇഷ്ടമില്ലാത്തതിനാൽ നന്മ ഉണ്ടാകാം. അള്ളാഹു തീരുമാനിച്ചതിന് നന്മ ഉണ്ടാകാം. നമ്മളൊരു ആഗ്രഹം ചോദിച്ചാൽ അപ്പോൾ അള്ളാഹു തന്നില്ലെങ്കിലും അതിൻ്റെ നല്ല അവസരം നമ്മളിൽ കിട്ടുമ്പോൾ അള്ളാഹു തരും. അത് നമ്മൾ ചോദിച്ചതിൽ ഇരട്ടി തരും. പ്രിയരെ, ആഗ്രഹം ദുആയിലാക്കുക. ദുആയിലൂടെ ആഗ്രഹം ചോദിക്കുക. ശ്രമം ഇബാദത്താക്കുക. ശ്രമം ഇബാദത്തിലൂടെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുക. ഫലം അള്ളാഹുവിൽ ഏൽപ്പിക്കുക. അള്ളാഹു നമ്മളെല്ലാവരുടെയും ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങൾ ശരിയായ സമയത്ത് സാധിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം.